ഒത്തിരി വ്യത്യസ്തമായ മുഖങ്ങൾ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന ഗ്ലോബൽ ടിവിയുടെ ക്യാമറ കണ്ണുകൾക്ക് ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് തടത്തലച്ചനാണ്. അച്ഛൻ ഈ ആധുനിക കാലഘട്ടത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബുദ്ധിയുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി സാമ്പത്തികമായിട്ടും നമ്മുടെ ശാരീരികമായിട്ടും നമ്മൾ ആരോഗ്യമൊക്കെ ചെലവഴിക്കുന്നുണ്ട്. അതേസമയം ബുദ്ധിക്ക് ഭംഗം വന്ന, ബുദ്ധി കുറവുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അവരെ ഒരു സമൂഹത്തിന്റെ ഒരു മൂലയിലേക്ക് നമ്മൾ അവരെ തടയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. ഇങ്ങനെയുള്ളവരെ സ്വന്തം മക്കളെ പോലെ, മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹമാണ് അച്ഛൻ ഇന്ന് ഈ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. അച്ഛൻ ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ അംഗമാണ്. മഹാരാഷ്ട്ര മിഷൻ മേഖലകളിൽ മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി 2 കേന്ദ്രങ്ങളാണ് അച്ഛൻ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മുടെ അതിഥിയായിട്ട് ഗ്ലോബൽ ടിവിയുടെ പ്രേക്ഷകരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദൈവം പരിപാലിച്ചുകൊള്ളും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും എടുത്തു വയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ്റേത്. അപ്പോൾ അച്ഛൻ ഇന്ന് ഈ 2 പ്രസ്ഥാനങ്ങളുടെ ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇവർക്ക് സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട്, ഇവർക്ക് പ്രത്യാശ പകർന്നു കൊടുത്തുകൊണ്ട് ഇതിന്റെ ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ അച്ഛൻ ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പരിപാലനയെ കുറിച്ച് ഒരു 2 വാക്ക്. 2 മിനിറ്റ് മുന്നേ ഒരു സഹോദരൻ ചോദിച്ചു, ഈ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഗേറ്റിന് പുറത്തേക്ക് പ്രദേശത്തിന്റെ കൂട്ടത്തിൽ 2-3 പേരെ നടന്നു പോവുക, ഒരു കൊച്ചൊരെണ്ണത്തിൽ 5-6 വരെ കൂട്ടിക്കൊണ്ട് പോകുന്നു, അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചിന്തയാണ് ആ പിള്ളേരുടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി, അവർ പുറത്തു പോയി വല്ലതും ചെയ്യുമോ, അല്ലെങ്കിൽ ഓടിപ്പോകുമോ. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചു. കാരണം നമ്മുടെ പിള്ളേര്, എൻ്റെ പിള്ളേര് എന്തും ആയിക്കോട്ടെ, റിസ്ക് ഒക്കെ ചിലപ്പോഴൊക്കെ കാണാം. ചിലപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനൊക്കെ വല്ല ആകുലതയുള്ള സമയത്ത് ഒരു കൊച്ചി ചിലപ്പോൾ മാറി പോകുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരിക്കാം. പക്ഷേ ഇതുവരെയുള്ള ജീവിതത്തിൽ 10-12 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും കണ്ട ഒരു കാര്യം, പിള്ളേരെ ഫ്രീ ആയിട്ട് വിടുക.